ഹേ ഗൈസ്, അങ്ങനെ പതുപോലെ പിന്നെയും ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് പൊങ്ങിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു സന്തോഷ വാർത്ത പറയും. ഞാൻ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ്റെ 80ാം പിറന്നാളാഘോഷമായിരുന്നു ഇന്നലെ. നൈറ്റ് വരെയുള്ള പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ കണ്ട അപ്പാർട്ട്മെൻറ്റിലാട്ടോ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത്. നൈറ്റ് വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിറ്റേന്ന് സ്റ്റാഫിനെല്ലാം അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ ഒരു ട്രിപ്പ് പോയേക്കാന്ന്. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 4 പേര്. അവരാരൊക്കെയാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു. ഇനി ഞാൻ പറഞ്ഞ 4 പേര്, ഞാൻ ഒഴികെ 3 പേര്. ഈ കാണുന്നതാണ് അബുദാബിസ്. ആ തല പുറത്തോട്ട് നീട്ടി നോക്കുന്നത് ബിൽബി. ഇത് ആദർശ്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ആദർശും ഞാനും ബിബി സെയിം കോളേജിൽ സെയിം ബാച്ചിൽ പഠിച്ച് പാസ്സായ ആൾക്കാരാണ്. ഞങ്ങൾ 3 പേരും സെയിം കോളേജിൽ തന്നെയാണ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കോളേജ് കോതമംഗലത്തായതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള ഒരു സ്പോട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് ചൂസ് ചെയ്തത്. വേറെ എവിടെയല്ല, ഭൂതത്താൻകെട്ട്. ഭൂതത്താൻകെട്ട് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ് ഏരിയ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെറുതെ ഭൂതത്താൻകെട്ടിൻ്റെ ഡാമും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു. പിന്നെ ഒബ്വിയസ്ലി വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്ന് കാല് നനയ്ക്കാനെങ്കിലും തോന്നുന്നത്. അപ്പം അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയൊരു ഭാഗം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കൂടെ വെള്ളം ലക്ഷ്യമാക്കി നടന്ന് ഒന്ന് കാലൊക്കെ നനച്ച്, അയ്യോ വർഷങ്ങളായിട്ട് വെള്ളം കാണാതെ കിടന്ന ആൾക്കാരുടെ ഒരു സന്തോഷമായിരുന്നു വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അതിലും വലിയ സന്തോഷം ആ വെള്ളത്തിൽ മീനെ കണ്ടപ്പോഴാണ്. എന്ത് പറയാനാ, ഇപ്പോഴും കുഞ്ഞി മനസ്സാണ്, അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം. നമ്മൾ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാൻ പഠിച്ചാലേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ ഞങ്ങളത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി പിന്നെയും പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒരു തവണയെ ഭൂതത്താൻകെട്ട് വന്നിട്ടുള്ളൂ. വന്നപ്പോഴാണെങ്കിലും ഈ പാലത്തിൽ നിന്നങ്ങ് പോയതേ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഐസ്ക്രീമും പിന്നെ കുറേ ഉപ്പിലിട്ടതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആർക്കും ഒന്നും മനസ്സ് ചാഞ്ചാടാത്തത് ഞങ്ങൾക്കും ചാഞ്ചാടി. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫോറസ്റ്റ് കയറാനായിട്ട് പോയത് കേട്ടോ. അല്ലെങ്കിൽ ഈ വഴിയരികിൽ കൂടെ എന്തെങ്കിലും ഉപ്പിലിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ അത് വാങ്ങാനായിട്ടൊരു പ്രത്യേക ത്വരയായിരിക്കും എല്ലാവർക്കും അല്ലേ. അന്നേരം എവിടെ നിന്നാണോ പെട്ടെന്നൊരു കൊതി കയറി വരുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഞങ്ങളെന്തേ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഫോറസ്റ്റ് കയറാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ പാസ്സൊക്കെ എടുത്തു. കാട് കയറുമ്പോൾ വൈബ് ചെയ്യാനെന്നും പറഞ്ഞ് 2 പേരും കൂടെ എന്തൊക്കെ ഉപ്പിലിട്ടത് പിന്നെയും വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ എൻട്രൻസിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലിരുന്ന് വൈബ് ചെയ്തതിന് ശേഷമാണ് ഫോറസ്റ്റ് കയറാനായിട്ട് പോയത്. ടിക്കറ്റ് കൗണ്ടറിലിരുന്ന ചേച്ചിമാർ നമുക്ക് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. കാണുന്ന ഇടവഴിയിൽ കൂടെ മാത്രമേ പോകാവൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയേക്കരുത്, ടിക്കറ്റ് കളയരുത്, പ്ലാസ്റ്റിക് അവിടെ ഇവിടെയും വലിച്ചെറിയരുത്. അപ്പോൾ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ പാലിച്ച് നമ്മളങ്ങനെ കാട് കയറാൻ തുടങ്ങി. ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ആ വ്യൂവും കുറേ ഇടവഴികളൊക്കെ ആയിട്ട് അങ്ങനെ ട്രെക്കിങ് തുടങ്ങി പകുതിയായി കഴിഞ്ഞപ്പോൾ വേണ്ടേ ഇവിടെ ഉപ്പിലിട്ടതിന് പിന്നെ അടിയായി. വെള്ളം മേത്തി അടിക്കാതെ എങ്ങനെ എടുക്കാം എന്നുള്ള പരീക്ഷണമാണ് ഇപ്പോൾ കണ്ടത്. അപ്പം അങ്ങനെ നെല്ലിക്കയൊക്കെ കടിച്ചുകൊണ്ട് നമ്മൾ പിന്നെയും കാട് കയറാൻ തുടങ്ങി. ഇത് തന്നെ, നമ്മൾ നടക്കുന്നു ഉപ്പിലിട്ടത് തിന്നുന്നു, നടക്കുന്നു ഉപ്പിലിട്ടത് തിന്നുന്നു. ശരിക്കും നമ്മൾ കാട് കയറാനാണോ അത് ഉപ്പിലിട്ടത് തിന്നാനാണോ വന്നതെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. അതുപോലെയായിരുന്നു ഓരോരുത്തരുടെ പ്രകടനങ്ങൾ. ഈ കാടിനുള്ളിൽ ഒരുപാട് വലിപ്പമുള്ള വലിയ സൈസിലുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെന്തോ കുഞ്ഞി പിള്ളേരായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു കൗതുകമാണ്. എന്തോ നമ്മളിത് കാണാത്തതല്ല, എന്നാലും ഇതിനെ കാണുമ്പോൾ ഒരു കൗതുകം. അപ്പം അങ്ങനെ ഈ പടുകൂറ്റ മരങ്ങളുടെ നീളവും വണ്ണവും ഒക്കെ അളന്ന് നമ്മൾ പിന്നെയും നടന്നു തുടങ്ങി. ഇടയ്ക്ക് നിലത്ത് കിടക്കുന്ന ഒരു മരം കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഷാറുഖ് ഖാൻ്റെ സ്റ്റെപ്പ് വിട്ടു. ആണ്ടടാ, അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് ദേ കാടിനുള്ളിലൊരു ഊഞ്ഞാൽ. ബിൽപ്പിക്കത് പോരെ, ഭയങ്കര സന്തോഷം. അടുത്തയാളും ദേ അത് കണ്ടുകൊണ്ടൊരു വരവ് വന്നു. ഇനി ഊഞ്ഞാലിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. 2 പേരും മാറി മാറി കയറി ഊഞ്ഞാലൊക്കെ ആടി. 2 പേർക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ നമ്മുടെ പ്രായം മറന്നു. ശരിക്കും അങ്ങനെ ആയാലല്ലേ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ദേ അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ തീർന്ന് നമ്മൾ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ കാണുന്ന പാറക്കൂട്ടങ്ങളാണ് അവിടുത്തെ ഭൂതത്താൻകെട്ടെന്ന് അറിയപ്പെടുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവിടെയുള്ള ഗാർഡ് നമുക്കിതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ശരിക്കും ഇതാണ് ഭൂതത്താൻകെട്ടെന്നുള്ള ഒരു പുതിയ അറിവ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോയി. നമ്മളോട് പ്രത്യേകം പറഞ്ഞു വെള്ളത്തിലൊന്നും ഇറങ്ങിയേക്കരുത്, ഒരുപാട് പേര് മരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും കാല് വെള്ളത്തിൽ മുക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് നമ്മൾ വിട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഭൂതത്താൻകെട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ തിരിച്ച് കാടിറങ്ങി അടുത്ത് ഒരു വകയായി. അങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കി 2 സുന്ദരന്മാർ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 പേരല്ല, 3 പേരുണ്ട്. 3ാമത്തെ ആളുടെ പേരാണ് അപ്പു. അപ്പുവിൻ്റെ കൂട്ടുകാരാണ് ഈ കാണുന്നത് കേട്ടോ. ഇവന്മാർ 3 പേരും ഇവിടുത്തെ സ്ഥിരതാമസക്കാരാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്. വേറെ അങ്ങോട്ടുമല്ല, മിനി സ്വിറ്റ്സർലാൻഡ്.
നമ്മുടെ തട്ടേക്കാട് അടുത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കണ്ടിങ്ങനെ പോകാനായിട്ട്. നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന പ്ലേസസ് ആണ് ഇവിടെ ഉള്ള എല്ലാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ലക്ഷ്യം വെച്ച് നീങ്ങി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, മിനി സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ആകെ സങ്കടമായി, കാരണം മൊത്തത്തിലൊരു കരിഞ്ഞ അവസ്ഥ. തുടക്കം ഒരു ഇച്ചിരി പച്ചപ്പൊക്കെ കുറവായിരുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അതിൻ്റെ വ്യൂ കാണാൻ നമുക്കൊരു പ്രത്യേക രസം തോന്നി. കോളേജിൽ നിന്ന് പിള്ളേരൊക്കെ എപ്പോഴും ഇവിടെ വന്ന് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് വരണം, ഒന്ന് കാണണം. ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയും ഭംഗിയൊക്കെയുണ്ടോയെന്ന് അറിയണ്ടേ. റീൽസിൽ കാണുന്ന അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പോൾ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം, ആകെപ്പാടെ കരിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കാട്ടുപൂക്കളൊക്കെ ആയിട്ട് നോക്കി തുള്ളി കളിച്ച് പോകണം. നോക്കി 2 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സാണ് പോയതെന്ന് പറയൂ. ക്യാമറ ഷൈ ആയ ആദർശിനെ വീഡിയോയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അമൃത മിസ്. ലാസ്റ്റ് 2 പേരും കൂടെ അടിയായി. അങ്ങനെ ഈ അടിയുടെയും തല്ലിൻ്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായി മഴ പെയ്തു. പിന്നെ നമ്മളോട് നിന്നില്ല, ഒരൊറ്റ പോക്കായിരുന്നു. വെള്ളം ദേഹത്തി അടിയാനുള്ള അലർജി കൊണ്ടല്ല ഓടിയത്, നമ്മുടെ ഒരു കോട്ടിലായിരുന്നു. 2 വീലറിനാണ് വന്നത്. അപ്പോൾ നമ്മൾ സമയം കളയാണ്ട് തിരിച്ചിറങ്ങി. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. വേറെ സ്ഥലത്തോടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും ടയർഡായി. അമൃത മിസ് ഒക്കെ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴത്തേക്കും ഉറങ്ങി. പക്ഷേ എന്താണെങ്കിലും ആ ഡേ ഞങ്ങൾ എൻജോയ് ചെയ്തു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അടുത്ത് കണ്ടൊരു കടയിൽ നിന്ന് കോട്ടും വാങ്ങിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.